സ്വാഗതം. ഇന്ന് നമ്മൾ ചരിത്രത്തിൻ്റെ ഒരുപക്ഷെ അത്രയൊന്നും എല്ലാവർക്കും പരിചിതമല്ലാത്ത, ചിലപ്പോഴൽപ്പം വിവാദപടമായേക്കാവുന്ന ഒരു ഭാഗത്തേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഈ ഓഡിയോ സ്രോതസ് ഉണ്ടല്ലോ, കിങ്ഡം ഓഫ് ബ്ലഡ് 01.mp3. ഇത് ക്രിസ്തീയ സഭയുടെ, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭയുടെ വളർച്ചയെയും അധികാരത്തെയും ഒക്കെ ഒരു വിമർശനാത്മക കണ്ണോടെയാണ് നോക്കുന്നത്. അതെ, ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഈ സ്രോതസ് വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചരിത്രത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അധികം ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ വേണമെന്നാണ്. ശരിയാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഏതെങ്കിലും വ്യക്തികളെയോ വിഭാഗത്തെയോ വേദനിപ്പിക്കുക എന്നതല്ല കേട്ടോ. മറിച്ച് ഈ ഓഡിയോ രേഖ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യത്യസ്തമായ ചരിത്ര വീക്ഷണം അതെന്താണെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? തീർച്ചയായും. ഈ സ്രോതസ്സിൽ പറയുന്ന ഈയൊരു ചരിത്രപരമായ കാഴ്ചപ്പാടുണ്ടല്ലോ, പ്രത്യേകിച്ചും അതിലെ ആ ഇരുണ്ട അധ്യായങ്ങളെ എന്നവർ പറയുന്നത്, അത് മനസ്സിലാക്കുന്നത് ഇന്നത്തെ ചില സംഭവങ്ങളെയും പിന്നെ ഈ സ്രോതസ്സിൽ തന്നെ പിന്നീട് സൂചിപ്പിക്കുന്ന ചില പ്രവചനപരമായ കാര്യങ്ങളുണ്ടെന്ന് അവർ പറയുന്നു. അതൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുമെന്നാണ് ഇവരുടെ വാദം. അതെ, ഒരുപക്ഷെ നിങ്ങൾ സാധാരണ കേൾക്കുന്ന ചരിത്ര വിവരണങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ ഇവിടെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആദിമസഭയുടെ കാലഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഏകദേശം AD 30 തൊട്ട് 300 വരെയുള്ള സമയം. തുടങ്ങാം. വെളിപാട് പുസ്തകത്തിലെ ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതിയ കത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ സ്രോതസ് പറയുന്നത്, തുടക്കം മുതലേ സഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. യഥാർത്ഥ സഭയുടെ ഒരു മാതൃക കാണണമെങ്കിൽ അപ്പസ്തോല പ്രവർത്തികളിലേക്ക് നോക്കണമെന്നും ഇവർ പറയുന്നുണ്ട്. ശരിയാണ്. യുമായിട്ട് വളരെ ബന്ധമുള്ള ഒന്നാണല്ലോ. അതെ, തീർച്ചയായും. ഗ്രീക്കുകാർ ലോകത്തിന് ഒരു പൊതുവായ ഭാഷ, അതായത് കൊയിനെ ഗ്രീക്ക് നൽകി. റോമാ സാമ്രാജ്യമാണെങ്കിൽ നല്ല റോഡുകളും ഒരു ഭരണ സംവിധാനവുമൊക്കെ ഉണ്ടാക്കി. അതൊക്കെ സുവിശേഷം വേഗത്തിൽ എല്ലായിടത്തും എത്താൻ സഹായിച്ചു എന്ന് സ്രോതസ് പറയുന്നു. അതെ, ഈ സ്രോതസ് ചില റോമൻ ചക്രവർത്തിമാരുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരെ ആദ്യമായിട്ടൊരു വലിയ പീഡനം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്നത് നീറോ ചക്രവർത്തിയുടെ കാലത്താണ്, ഏകദേശം AD 64. അതിനു മുൻപ് ഈ അപ്പസ്തോല പ്രവൃത്തികളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ പ്രധാനമായിട്ടും പ്രാദേശിക യഹൂദ നേതാക്കളായിരുന്നു എതിർത്തിരുന്നത് എന്നാണ് ഈ സ്രോതസ് പറയുന്നത്. ശരി. പിന്നീട് ഡൊമീഷ്യൻ, ഡയോക്ലീഷ്യൻ അങ്ങനെയുള്ള ചക്രവർത്തികളും ക്രിസ്ത്യാനികളെ ഒരുപാട് പീഡിപ്പിച്ചു. പിന്നെ ഏകദേശം AD 180 ആയപ്പോഴേക്കും മാർക്കസ് ഔറേലിയസിന്റെ കാലത്ത് റോം അതിന്റെ ശക്തിയുടെ ഒരു പാരമ്യത്തിൽ എത്തി. പക്ഷെ അതിനുശേഷം പതിയെ സാമ്രാജ്യം ഒരു തകർച്ചയിലേക്ക് നീങ്ങുകയായിരുന്നു എന്നും പറയുന്നു. അപ്പോ ഇവിടെയാണ് കഥ മാറുന്നത് അല്ലേ? AD 300കളുടെ തുടക്കത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വരുന്നു. അതെ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കുന്നത് അദ്ദേഹം ക്രിസ്തു മതത്തെ റോമിന്റെ ഔദ്യോഗിക മതമാക്കി എന്നൊക്കെയാണ്. പക്ഷേ ഈ സ്രോതസ് പറയുന്നത് അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തത് എഡിക്റ്റ് ഓഫ് ടോളറേഷൻ, അതായത് മതസഹിഷ്ണുത പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ശരിയാണ്. ഇത് ക്രിസ്തു മതത്തിനൊരു നിയമപരമായ അംഗീകാരം നൽകി ആ പീഡനങ്ങൾക്കൊക്കെ ഒരു അവസാനം കൊണ്ടുവന്നു. അതെ, ആ മിൽവിയൻ പാലത്തിലെ യുദ്ധത്തിന് മുമ്പ് അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ചെയ്തു. നികുതി ഇളവ് കൊടുത്തു, ഞായറാഴ്ച ആരാധനയ്ക്കുള്ള ഒരു അംഗീകാരം കൊടുത്തു, കുരിശുമരണം നിർത്തലാക്കി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം പക്ഷേ കൂടുതലും രാഷ്ട്രീയപരമായിരുന്നു എന്ന് ഈ സ്രോതസ് പറയുന്നു. സാമ്രാജ്യത്തിലൊരു ഐക്യം കൊണ്ടുവരിക. അതെ, ഈ സ്രോതസ് കോൺസ്റ്റന്റൈനെ കാണുന്നത് ഒരു സിൻക്രറ്റിസം, അതായത് മതങ്ങളെ സമന്വയിപ്പിക്കാൻ ശ്രമിച്ച ഒരാളായിട്ടാണ്. അന്നത്തെ പ്രധാനപ്പെട്ട മതങ്ങളുണ്ടല്ലോ, ഈ മിത്രമതം, അതായത് സൂര്യദേവനെ ആരാധിക്കുന്നത്, പിന്നെ മറ്റു പാഗൻ ആരാധനകൾ, ക്രിസ്തുമതം, ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ചിന്ത. ശരി. അദ്ദേഹം സ്വീകരിച്ച 2 സ്ഥാനപ്പേരുകൾ ഈ സ്രോതസ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒന്ന് പോണ്ടിഫെക്സ് മാക്സിമസ്. അതെന്താണ്? അത് റോമിലെ എല്ലാ പാഗൻ മതങ്ങളുടെയും പ്രധാന പുരോഹിതൻ എന്ന സ്ഥാനമാണ്. രണ്ടാമത്തേത് വികാരിയസ് ക്രിസ്റ്റി, അതായത് ക്രിസ്തുവിന് പകരക്കാരൻ. ഈ ലാറ്റിനിലെ വിക്കാരിയസ് എന്ന വാക്കിന് ഗ്രീക്കിലെ ആന്റി എന്ന വാക്കിന് തുല്യമായ അർത്ഥം വരുന്നുണ്ടെന്നും, അപ്പോൾ ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് പകരം നിൽക്കുന്നവൻ എന്നാണെന്നും
ഈ ഒരു പദവി ആദ്യമായി ഉപയോഗിച്ചത് കോൺസ്റ്റന്റൈൻ ആണെന്നും ഈ സ്രോതസ് ഒരു വാദമുന്നയിക്കുന്നുണ്ട്. കൊള്ളാം. AD 325 നിക്യാ സുനഹദോസിൽ അധ്യക്ഷം വഹിച്ചതും അദ്ദേഹമാണല്ലോ. അതെ. പിന്നെ തലസ്ഥാനം റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റിയതും അദ്ദേഹമാണ്. ശരിയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹമല്ല ക്രിസ്തുമതത്തെ ഏക ഔദ്യോഗിക മതമാക്കിയത്. അത് പിന്നീട് വന്ന തിയോഡോഷ്യസ് ഒന്നാമനാണ്. ഓ, അപ്പൊ അതാണ് വ്യത്യാസം. അതെ. ഇതിന്റെ ഒരു ഫലമായിട്ട് നിർബന്ധിത മതപരിവർത്തനങ്ങളുണ്ടായി, സഭ കൂടുതൽ ലൗകികമായി, രാഷ്ട്രീയ അധികാരങ്ങളിലേക്ക് വന്നു എന്നൊക്കെയാണ് ഈ സ്രോതസ് പറയുന്നത്. അപ്പോ റോമിലെ ബിഷപ്പ് എങ്ങനെയാണ് ഇത്ര വലിയ അധികാരത്തിലേക്ക് വന്നത്? പത്രോസാണ് ആദ്യത്തെ പോപ്പ് എന്നൊരു പരമ്പരാഗത കത്തോലിക്കാ വിശ്വാസമുണ്ടല്ലോ. അതിന് ഈ സ്രോതസ് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. ഇതിന് ചരിത്രപരമോ ബൈബിൾ പരമോ ആയിട്ടൊരു അടിസ്ഥാനവുമില്ല. ഇതൊരു കെട്ടുകഥയാണ് എന്നാണ് ഇവർ വാദിക്കുന്നത്. പത്രോസ് തന്നെ 1 പത്രോസ് 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ സഭാ നേതാക്കൾ മറ്റുള്ളവരുടെ മേൽ അധികാരം ചെലുത്തരുത്, കർത്തൃത്വം നടത്തരുത് എന്ന് പറയുന്നുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ശരിയാണ്. പിന്നെ ഈ പോപ്പ് അഥവാ പാപ്പ, പിതാവ് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്ക് തുടക്കത്തിൽ എല്ലാ പടിഞ്ഞാറൻ ബിഷപ്പുമാർക്കും ഉപയോഗിച്ചിരുന്നു എന്നാണ്. പിന്നീട് AD 500 ആയപ്പോഴാണ് അത് റോമിലെ ബിഷപ്പിന് മാത്രമായിട്ട് മാറിയത്. അതെ. തുടക്കത്തിൽ 5 പ്രധാന കേന്ദ്രങ്ങളിലെ ബിഷപ്പുമാർക്ക്, അതായത് പാത്രിയാർക്കീസുമാർക്ക് ഏകദേശം തുല്യ അധികാരമായിരുന്നു. റോം, കോൺസ്റ്റാന്റിനോപ്പിൾ, അന്ത്യോക്യ, ജെറുസലേം, അലക്സാൻഡ്രിയ. പക്ഷേ റോമൻ സാമ്രാജ്യം കിഴക്കും പടിഞ്ഞാറുമായി വിഭജിക്കപ്പെട്ടില്ലേ AD 395-ൽ. അതോടെ റോമും കോൺസ്റ്റാന്റിനോപ്പിളും തമ്മിൽ ഒരു അധികാര വടംവലി തുടങ്ങി. പോപ്പ് ലിയോ ഒന്നാമൻ ഏകദേശം AD 440-461 കാലഘട്ടത്തിൽ റോമിനാണ് പരമാധികാരമെന്ന് ശക്തമായി വാദിച്ച ആളാണ്. ഹൂണന്മാരുടെ നേതാവ് അറ്റ്ലിയയെ പോയി കണ്ട് സംസാരിച്ച് റോമിനെ ഒരാക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ പ്രശസ്തി കൂട്ടി. പക്ഷേ കൽക്കദോൻ സുനഹദോസ് AD 451-ല് കോൺസ്റ്റാന്റിനോപ്പിളിനും തുല്യ പദവി കൊടുത്തത് റോമിനൊരു തിരിച്ചടിയായി. ശരി. എന്നാലും AD 476-ല് പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം തകർന്നപ്പോൾ പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരു അധികാരശൂന്യത വന്നു. ഈ ഒരു അവസരം റോമിലെ ബിഷപ്പിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശരിക്കും സഹായിച്ചു. അപ്പോ ഈ ഗ്രിഗറി ഒന്നാമന്റെ കാര്യമോ? അദ്ദേഹത്തെയാണല്ലോ പലരും ആദ്യത്തെ യഥാർത്ഥ പോപ്പ് എന്ന് വിളിക്കുന്നത്. അതെ, ഗ്രിഗറി ഒന്നാമൻ AD 590-604. അദ്ദേഹത്തെ ഈ സ്രോതസ്സും അങ്ങനെയാണ് കാണുന്നത്. കാരണം അദ്ദേഹം രാഷ്ട്രീയപരമായ നേതൃത്വം ഏറ്റെടുത്തു, സഭയുടെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി, മിഷണറി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ സഭയെ ശക്തിപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അടുത്ത ഒരു പ്രധാനപ്പെട്ട വഴിതിരിവ് വരുന്നത് ഷാർലമെയിൻ അഥവാ ചാൾസ് മഹാനായ രാജാവിന്റെ കാലത്താണല്ലേ. ഏകദേശം AD 768 മുതൽ 814 വരെ. അദ്ദേഹത്തിന്റെ പിതാവ് പെപ്പിൻ ഫ്രാങ്കുകളുടെ രാജാവാകാൻ അന്നത്തെ പോപ്പ് സഹായിച്ചു എന്ന് പറയുന്നു. അതിനു പകരമായിട്ട് പെപ്പിൻ ഇറ്റലിയിലെ ലോംബാർഡുകൾ എന്നൊരു വിഭാഗത്തെ തോൽപ്പിച്ചിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു പ്രദേശം പോപ്പിന് സമ്മാനമായി നൽകി. അതെ, ഇതാണ് പേപ്പൽ സ്റ്റേറ്റ്സ്, അതായത് പോപ്പിന്റെ സ്വന്തം രാജ്യം രൂപം കൊള്ളാൻ കാരണം. അത്ഭുതം തന്നെ അല്ലേ? അതെ. ഇത് ഏകദേശം 1100 വർഷത്തോളം നിലനിന്നു എന്നാണ് പറയുന്നത്, 1870 വരെ. ശരിയാണ്. ഷാർലമെയിൻ ഒരു വലിയ യൂറോപ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ പോപ്പുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കി. ഇത് പോപ്പിന്റെ രാഷ്ട്രീയ അധികാരത്തിന് വലിയൊരു ഊർജം നൽകി. പക്ഷേ ഈ അധികാരം കൂടിയപ്പോൾ പ്രശ്നങ്ങളും കൂടിയോ? അതേന്നാണ് സ്രോതസ് പറയുന്നത്. ഷാർലമെയിന്റെ മരണശേഷം ആ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു 843-ലെ വേർഡൂൺ ഉടമ്പടി പ്രകാരം. ഇത് പിന്നീട് പോപ്പുമാരും യൂറോപ്പിലെ രാജാക്കന്മാരും, പ്രത്യേകിച്ച് ജർമ്മൻ, ഫ്രഞ്ച് രാജാക്കന്മാരും തമ്മിൽ നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന അധികാര തർക്കങ്ങൾക്ക് വഴിവെച്ചു. വിശുദ്ധ റോമാ സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ അധികാരം വർദ്ധിച്ചതോടെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായി എന്ന് വേണം കരുതാൻ. തീർച്ചയായും. ഏകദേശം AD 870 മുതൽ 1050 വരെയുള്ള കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ പാപ്പാ ചരിത്രത്തിലെ ഇരുണ്ട യുഗത്തിന്റെ അർദ്ധരാത്രി എന്നാണ് ഈ സ്രോതസ്സിലെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഓഹോ, അത്രയ്ക്ക് മോശമായിരുന്നോ? അതെ. ഈ സമയത്താണ് പോപ്പിന്റെ അധികാരം പണ്ടേ മുതലേ ഉള്ളതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇസിഡോറിയൻ കൽപ്പനകൾ എന്ന പേരിൽ കുറെ വ്യാജരേഖകൾ ഉണ്ടാക്കിയതെന്നാണ് ഇവർ പറയുന്നത്. ഇതൊരു വലിയ ചരിത്രപരമായ തട്ടിപ്പായിട്ടാണ് ഈ സ്രോതസ് കാണുന്നത്. ഈ കാലഘട്ടത്തിലെ അഴിമതിയുടെ ആഴം കാണിക്കാൻ സ്രോതസ് ചില ഞെട്ടിക്കുന്ന ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. പറയൂ.
റൂൾ ഓഫ് ദി ഹാർലറ്റ്സ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതായത് വേശ്യകളുടെ ഭരണം ഏകദേശം 904 മുതൽ 963 വരെ. അങ്ങനെ ഒരു പേരോ? അതെ. സെർജിയസ് മൂന്നാമൻ എന്ന പോപ്പും അദ്ദേഹത്തിന്റെ കാമുകി മറോസിയെയും അവരുടെ കുടുംബവും പാപ്പാസ്ഥാനത്തെ ഒരു കളിപ്പാവ് പോലെ നിയന്ത്രിച്ചു എന്നാണ് പറയുന്നത്. തങ്ങളുടെ ഇഷ്ടക്കാരെയും മക്കളെയും ഒക്കെ പോപ്പുമാടാക്കി. വിശ്വസിക്കാൻ പ്രയാസം. മറോസിയയുടെ കൊച്ചുമകനായ ജോൺ 12 അതിക്രൂരനും അധാർമികനുമായിരുന്നു എന്ന് സ്രോതസ് പറയുന്നു. അതുപോലെ സിമോണി, അതായത് പണം കൊടുത്ത് സഭാസ്ഥാനങ്ങൾ വാങ്ങുന്നത്, അത് സർവ്വസാധാരണമായി. ബെനഡിക്റ്റ് 9 എന്നൊരാള് വെറും 12 വയസ്സിൽ പണം കൊടുത്തിട്ടാണ് പോപ്പായത്. 12-ാം വയസ്സിലോ? അതെ. ഒരു ഘട്ടത്തിൽ 1045-46 കാലത്ത് ഒരേ സമയം 3 പേർ ഞാനാണ് പോപ്പ് എന്ന് അവകാശപ്പെട്ട് റോമിലുണ്ടായിരുന്നു. അപ്പോൾ അധികാര ദുർവിനിയോഗത്തിൻ്റെയും അധാർമികതയുടെയും ഒക്കെ ഒരു ഭീകരമായ ചിത്രമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് സ്രോതസ് നൽകുന്നത്. ഈ ഒരു തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾ പിന്നീട് ഉണ്ടായി കാണുമല്ലോ. ഉണ്ടായി. ഗ്രെഗറി 7 പോപ്പ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ഹിൽഡബ്രാൻഡ് എന്നാണ്. 1703 മുതൽ 85 വരെ അദ്ദേഹം ഈ സിമോണിക്കെതിരെയും പുരോഹിതന്മാർ വിവാഹം കഴിക്കുന്നതിനെതിരെയും ഒക്കെ ശക്തമായ നടപടിയെടുത്തു. ഇത് പക്ഷേ ജർമ്മൻ ചക്രവർത്തിയായ ഹെൻറി 4 വലിയൊരു യുദ്ധത്തിന് തന്നെ കാരണമായി. ശരി. പിന്നീട് വന്ന ഇന്നസെന്റ് 3 പോപ്പിന്റെ കാലത്ത് 1198 മുതൽ 1216 വരെ പാപ്പ അധികാരം അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിയതെന്ന് സ്രോതസ് പറയുന്നു, അല്ലേ? അതെ. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് താൻ ക്രിസ്തുവിന്റെ മാത്രമല്ല ദൈവത്തിന്റെ തന്നെ വികാരിയാണ്, ലോകത്തിന്റെ പരമാധികാരിയാണെന്നൊക്കെയാണ്. യൂറോപ്പിലെ മിക്ക രാജാക്കന്മാരും അദ്ദേഹത്തെ ഭയക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരുപാട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വന്നു കേൾക്കുന്നു. ശരിയാണ്. ഇന്നസെന്റ് 3 കാലത്ത് കുറേ നിർണായകമായ കാര്യങ്ങൾ നടന്നു. ഒന്ന്, വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ സിദ്ധാന്തം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. വർഷത്തിലൊരിക്കൽ നിർബന്ധമായും കുമ്പസാരിക്കണം എന്ന നിയമം വന്നു. പോപ്പിന് തെറ്റുപറ്റില്ല എന്ന പാപ്പൽ ഇൻഫാലിബിലിറ്റി എന്ന ആശയം അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് പിന്നീട് 1-ാം വത്തിക്കാൻ കൗൺസിലിലാണ് ഔദ്യോഗിക സിദ്ധാന്തമായത്. ശരി. ഇംഗ്ലണ്ടിലെ മാഗ്ന കാർട്ടയെ അദ്ദേഹം അപലപിച്ചു. സാധാരണക്കാർ അവരുടെ സ്വന്തം ഭാഷയിൽ ബൈബിൾ വായിക്കുന്നത് വിലക്കി. അതെന്താ അങ്ങനെ? സഭയുടെ വ്യാഖ്യാനത്തിന് വിരുദ്ധമായി പോകുമോ എന്ന ഭയം കൊണ്ടാവാം. ഏറ്റവും പ്രധാനമായി ഇൻക്വിസിഷൻ അഥവാ വിശുദ്ധ കാര്യാലയം സ്ഥാപിച്ചത് ഇന്നസെന്റ് 3 ഇൻക്വിസിഷൻ, അത് ഭീകരമായിരുന്നില്ലേ? അതെ എന്നാണ് ഈ സ്രോതസ് പറയുന്നത്. സഭയുടെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായി ചിന്തിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവരെ കണ്ടെത്താനും ശിക്ഷിക്കാനുമുള്ളതായിരുന്നു ഇത്. അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ ക്രൂരമായിരുന്നു എന്ന് പറയുന്നു. രഹസ്യമായി ആളുകൾക്ക് മറ്റുള്ളവരെക്കുറിച്ച് പരാതി കൊടുക്കാം. പിന്നെ കുറ്റം സമ്മതിപ്പിക്കാൻ പീഡനം ഉപയോഗിച്ചിരുന്നു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ സ്വത്ത് കണ്ടുകെട്ടും. തെക്കൻ ഫ്രാൻസിലെ അൽബിജൻസുകാർ അഥവാ കത്തായിരികൾ, പിന്നെ ബൈബിളിന് പ്രാധാന്യം നൽകിയ വാൾഡൻസുകാർ എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന ഇരകൾ. അൽബിജൻസുകാരെ ഉന്മൂലനം ചെയ്യാൻ ഇന്നസെന്റ് 3 ഒരു കുരിശുദ്ധം തന്നെ നടത്തി എന്നും ഈ സ്രോതസ് പറയുന്നുണ്ട്. വാൾഡൻസുകാരെ സംബന്ധിച്ച് 1540-നും 70-നും ഇടയിൽ 9 ലക്ഷം പേർ കൊല്ലപ്പെട്ടു എന്നും ഒരു കണക്ക് ഈ സ്രോതസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഭയാനകം തന്നെ. പിന്നീട് ബോണിഫസ് 8 ഉനാം സാങ്ക്ടം എന്ന പ്രഖ്യാപനവും വന്നല്ലോ. അതെ, രക്ഷ പ്രാപിക്കാൻ എല്ലാ മനുഷ്യരും റോമൻ പോപ്പിന് വിധേയപ്പെട്ടിരിക്കണം എന്ന് നിർബന്ധമാക്കുന്ന പ്രഖ്യാപനമായിരുന്നു അത്. ഇത്രയധികം സങ്കീർണമായൊരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിലേക്ക് വരുന്നത്. ശരിയാണ്. അതിനു മുൻപ് തന്നെ പോപ്പുമാർ ഫ്രഞ്ച് രാജാക്കന്മാരുടെ നിയന്ത്രണത്തിൽ അവിഞ്ഞോൺ എന്ന സ്ഥലത്ത് താമസിക്കേണ്ടി വന്നൊരു കാലഘട്ടം, അവിഞ്ഞോൺ പേപ്പസി ഉണ്ടായിരുന്നു. ബാബിലോണിയൻ പ്രവാസം എന്നൊക്കെ വിളിക്കുന്ന കാലം. അതെ. പിന്നെ ഒരേ സമയം 2, ചിലപ്പോൾ 3 പോപ്പുമാർ വരെ ഭരിച്ച ഗ്രേറ്റ് ഷിസം. പിന്നെ നവോത്ഥാന കാലത്തെ ചില പോപ്പുമാർ, ഉദാഹരണത്തിന് അലക്സാണ്ടർ 6, ബോർജിയ പോപ്പ്, ജൂലിയസ് 2, യുദ്ധം ചെയ്യുന്ന പോപ്പ് എന്നറിയപ്പെട്ട ആൾ, ഇവരുടെയൊക്കെ അഴിമതി, അധികാരമോഹം, പിന്നെ ഈ ദണ്ഡവിമോചനം പണം വാങ്ങി വിൽക്കുന്ന പരിപാടി, അതെ, അതൊക്കെ സഭയുടെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് 1483 ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ ജനിക്കുന്നത്. അതെ, ലൂഥറുടെ കഥ ഈ സ്രോതസ് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം നിയമം പഠിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു വലിയ കൊടുങ്കാറ്റിൽ പെട്ടപ്പോൾ
രക്ഷപ്പെട്ടാൽ സന്യാസിയാകാം എന്ന് നേർന്നു. ഓ, അങ്ങനെ സന്യാസിയായി. പക്ഷേ ആശ്രമത്തിൽ എത്ര കഠിനമായി പ്രയത്നിച്ചിട്ടും ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹത്തിനൊരു മനസ്സമാധാനം, പാപമോചനം കിട്ടിയെന്നൊരു ബോധ്യം വന്നില്ല. അദ്ദേഹം റോമിലേക്കൊരു തീർത്ഥാടനം നടത്തി. പക്ഷേ അവിടെ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തെ കൂടുതൽ നിരാശനാക്കി. ശരി. ഒടുവിൽ റോമാലേഖനം പഠിക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവചനം 2:4 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വാക്യം അദ്ദേഹത്തിനൊരു വലിയ വെളിപാടായി മാറി. രക്ഷ എന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രം ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ മാറ്റിമറിച്ചു. അപ്പൊ ഈ ദണ്ഡവിമോചനം വിൽക്കുന്നതിനെതിരെയാണല്ലോ അദ്ദേഹം പ്രതികരിച്ചത്. അതെ, ആ സമയത്ത് വിറ്റൻബർഗിൽ പള്ളി പണിയാൻ വേണ്ടി ദണ്ഡവിമോചനം വിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ അദ്ദേഹം തന്റെ 95 വാദങ്ങൾ തയ്യാറാക്കി. 1517 ഒക്ടോബർ 31 വിറ്റൻബർഗ് പള്ളിയുടെ വാതിലിൽ പതിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ഒരു തുടക്കമായത്. 1521 വോംസ് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന വിചാരണയിൽ തന്റെ നിലപാടുകൾ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഞാനിവിടെ നിൽക്കുന്നു, എനിക്കിതു മാത്രമേ ചെയ്യാനാവൂ, ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രസിദ്ധമാണല്ലോ. അതെ, അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അദ്ദേഹം അവിടെ നിർത്തിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ബൈബിൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഇത് സാധാരണക്കാർക്ക് ദൈവവചനം സ്വന്തം ഭാഷയിൽ വായിക്കാനും മനസ്സിലാക്കാനും വലിയൊരു സഹായമായി. ലൂഥറുടെ പിൽക്കാലത്തെ ചില യഹൂദ വിരുദ്ധ എഴുത്തുകളെക്കുറിച്ചും ഈ സ്രോതസ്സിൽ ഒരു പരാമർശമുണ്ട്. അതൊരു തെറ്റായിരുന്നു എന്നും പറയുന്നു. നവീകരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ആദിമ ക്രിസ്തുമതത്തിന്റെ ലാളിത്യത്തിലേക്ക് മടങ്ങുക, ബൈബിളിന് പ്രാധാന്യം നൽകുക, എല്ലാവർക്കും ദൈവവചനം ലഭ്യമാക്കുക, വിശ്വാസ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നതൊക്കെയായിരുന്നു. ഇതിനെതിരെ കത്തോലിക്ക സഭയും ഭരണകൂടങ്ങളും ശക്തമായി പ്രതികരിച്ചു. അതാണ് പ്രതിനവീകരണം, അല്ലേ? അതെ, കൗണ്ടർ റെഫർമേഷൻ. ഇത് യൂറോപ്പിൽ നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന വലിയ മതയുദ്ധങ്ങൾക്ക് കാരണമായി. ജർമ്മനിയിൽ, നെതർലാൻഡ്സിൽ, ഫ്രാൻസിൽ ഹ്യൂഗനോട്ടുകൾക്കെതിരെ സ്പെയിനിന്റെ അർമാഡ ഇംഗ്ലണ്ടിനെതിരെ അയച്ചത് 30 വർഷ യുദ്ധം. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. ലക്ഷ്യം പ്രൊട്ടസ്റ്റന്റ് മതത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഈ പ്രതിനവീകരണത്തിൽ ജെസ്യൂട്ട് സന്യാസ സഭ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന് സ്രോതസ് പറയുന്നുണ്ടല്ലോ. അതെ, ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച ഈ സഭ പോപ്പിനോടൊരു സൈനികന്റെ മനോഭാവത്തോടെയുള്ള അന്ധമായ വിധേയത്വം പുലർത്തിയിരുന്നുവെന്നും വേദവിപരീതം, അതായത് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം നശിപ്പിക്കാൻ ഏത് മാർഗവും, ചതിയും കൊലപാതകവും ഉൾപ്പെടെ സ്വീകരിക്കാമെന്നൊരു നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുമാണ് ഈ സ്രോതസ് പറയുന്നത്. 1572 ഫ്രാൻസിൽ നടന്ന സെന്റ് ബർത്തലോമിയോ ദിനത്തിലെ കൂട്ടക്കൊല, അതിൽ ആയിരക്കണക്കിന് ഹ്യൂഗനോട്ടുകൾ കൊല്ലപ്പെട്ടു. അതിൽ ജെസ്യൂട്ടുകൾക്ക് പങ്കുണ്ടായിരുന്നു എന്നും ഈ വാർത്ത കേട്ടപ്പോൾ അന്നത്തെ പോപ്പ് ഗ്രിഗറി 13 വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും പ്രത്യേക മെഡൽ അടിക്കുകയും ചെയ്തുവെന്നും ഈ സ്രോതസ് ശക്തമായി ആരോപിക്കുന്നുണ്ട്. ഇതൊക്കെ ചരിത്രരേഖകളിലുള്ളതാണോ? ഈ സ്രോതസ് അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. അതുപോലെ ബൊഹീമിയ, ഓസ്ട്രിയ, ഹംഗറി എന്നിവിടങ്ങളിലെ പ്രൊട്ടസ്റ്റന്റുകാരെയും കൂട്ടക്കൊല ചെയ്തതായി പറയുന്നു. ഇനി നമ്മൾ കുറച്ചുകൂടി ആധുനിക കാലഘട്ടത്തിലേക്ക് വരികയാണ്. ഈ ജനാധിപത്യത്തിനും മതസ്വാതന്ത്ര്യത്തിനുമൊക്കെ വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾക്കെതിരെ പോപ്പുമാർ ചരിത്രപരമായി നിലകൊണ്ടു എന്ന് ഈ സ്രോതസ് ചൂണ്ടിക്കാണിക്കുന്നു. 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ മുസോളിനിയുമായി 1929 ഹിറ്റ്ലറുമായി 1933 വത്തിക്കാൻ ഉടമ്പടികൾ, കോൺകോർഡാറ്റ്സ് ഒപ്പുവെച്ചത് ഇതിന് ഉദാഹരണമായിട്ടാണ് സ്രോതസ് പറയുന്നത്. അതെ, ലാറ്ററൻ ഉടമ്പടിയും റൈഷ് കോൺകോർഡാറ്റും. ഹിറ്റ്ലർ ഒരു കത്തോലിക്കനായിരുന്നു എന്ന കാര്യവും ഹോളോകാസ്റ്റിന്റെ സമയത്തെ നാസി ക്രൂരതകൾക്കെതിരെ കത്തോലിക്ക സഭ വേണ്ടത്ര ശക്തമായി പ്രതികരിച്ചില്ല എന്ന വിമർശനവും യുദ്ധശേഷം ചില നാസി യുദ്ധ കുറ്റവാളികളെ രക്ഷപ്പെടാൻ വത്തിക്കാൻ സഹായിച്ചു, റാറ്റ്ലൈൻസ് എന്നറിയപ്പെട്ട വഴികളിലൂടെ എന്ന ആരോപണവും ഈ സ്രോതസ് ഉന്നയിക്കുന്നുണ്ട്. ഹിറ്റ്ലറെയോ മുസോളിനിയെയോ സഭ ഔദ്യോഗികമായി ഒരിക്കലും മുടക്കിയിട്ടില്ല, അതായത് സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നും ഇവർ പറയുന്നു. ശരി, കുറച്ചുകൂടി സമീപകാലത്തേക്ക് വന്നാൽ 1994 അമേരിക്കയിൽ നടന്ന ഇവാഞ്ചലിക്കൽസും കത്തോലിക്കരും ഒരുമിച്ച് ഇവാഞ്ചലിക്കൽസ് ആൻഡ് കാത്തലിക്സ് ടുഗെദർ ECT എന്നൊരു പ്രഖ്യാപനമുണ്ടായി. ഇതിനെ ഈ സ്രോതസ് വളരെ വിമർശനാത്മകമായിട്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ്? നവീകരണ കാലത്ത് ഉയർത്തിപ്പിടിച്ച അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസത്താലുള്ള നീതീകരണം പോലുള്ളവ ഈ പ്രഖ്യാപനത്തിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടു എന്നാണ് ഇവരുടെ പ്രധാന വാദം. സുവിശേഷത്തിന്റെ തനിമ നഷ്ടപ്പെടുത്തുന്ന ഒരു നീക്കമാണിത് എന്നവർ ഭയപ്പെടുന്നു. 1995
പോപ്പ് ജോൺ പോൾ രണ്ടാമൻ സഭയുടെ ചരിത്രത്തിൽ സംഭവിച്ച തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചതിനെക്കുറിച്ചോ? അത് നല്ലൊരു കാര്യമായി പുറമേക്ക് തോന്നാമെങ്കിലും വത്തിക്കാന്റെ ആത്യന്തിക ലക്ഷ്യമായ ലോകമതങ്ങളുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ളൊരു തന്ത്രപരമായ നീക്കമാണോ ഇതെന്നും ഈ സ്രോതസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ? പഴയ കാര്യങ്ങളൊക്കെ മറന്ന് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എല്ലാ മതങ്ങളെയും ഒരുമിപ്പിച്ച് ഒരു ലോകമത ഐക്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. വെളിപാട് പുസ്തകം 17 പറയുന്ന മഹാവേശ്യയായ ബാബിലോൺ എന്ന കപട ക്രിസ്തീയ ലോകമത വ്യവസ്ഥിതിയുടെ ഒരു മുന്നോടിയായിട്ടാണ് അവരിതിനെ കാണുന്നത്. വത്തിക്കാൻ ഇസ്രയേലിനെ അംഗീകരിച്ചതിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതെ, 1993 ഡിസംബറിൽ വത്തിക്കാൻ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. അതുപോലെ ജെറുസലേം ഒരു അന്താരാഷ്ട്ര നഗരമായിരിക്കണം എന്ന വത്തിക്കാന്റെ നിലപാടിനെയും ഈ സ്രോതസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് പഴയ നിയമത്തിലെ സഖറിയാവ് പ്രവചനം 12-14 അധ്യായങ്ങളുമായി അവർ ബന്ധിപ്പിക്കുന്നു. ജെറുസലേം ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു ഭാരമുള്ള കല്ലായി തീരുമെന്ന പ്രവചനം. ഈ ഒരു പശ്ചാത്തലത്തിൽ ജെറുസലേമിൽ ഒരു 3-ാം യഹൂദ ദേവാലയം പണിയാൻ സാധ്യതയുണ്ടോ, അതിന് അനുമതി ലഭിക്കുമോ എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളെക്കുറിച്ചും ഈ സ്രോതസ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ സ്രോതസ് പ്രധാനമായും വിമർശിക്കുന്ന ചില കത്തോലിക്ക സിദ്ധാന്തങ്ങളും ആചാരങ്ങളും ഒന്നുകൂടി പറയാമോ? പറയാം. 1, സാധാരണക്കാർ ബൈബിൾ വായിക്കുന്നതിനെ ചരിത്രപരമായിട്ട് പ്രോത്സാഹിപ്പിച്ചില്ല, ചിലപ്പോൾ എതിർത്തു എന്നത്. 2, മതസഹിഷ്ണുതയോടുള്ള നിലപാട് ന്യൂനപക്ഷമായിരിക്കുമ്പോൾ അതിനുവേണ്ടി വാദിക്കുകയും ഭൂരിപക്ഷമാകുമ്പോൾ മറ്റുള്ളവർക്ക് അത് നിഷേധിക്കുകയും ചെയ്യുന്നു എന്നൊരാരോപണം. 3, ദണ്ഡവിമോചനം, ശുദ്ധീകരണ സ്ഥലം പോലുള്ള കാര്യങ്ങൾ. ഇവ ബൈബിളിൽ അടിസ്ഥാനമില്ലാത്തതും പുറജാതീയ മതങ്ങളിൽ നിന്ന് കടന്നു വന്നതുമായ ആശയങ്ങളാണെന്ന് ഇവർ വാദിക്കുന്നു. ശരി. 4, പോപ്പിന് തെറ്റുപറ്റില്ല എന്ന സിദ്ധാന്തം, പാപ്പൽ ഇൻഫാലിബിലിറ്റി. 5, രക്ഷ പ്രാപിക്കാൻ സഭയോടും പോപ്പിനോടുമുള്ള വിധേയത്വം അത്യാവശ്യമാണെന്ന് പഠിപ്പിക്കൽ. ഇത് യേശുക്രിസ്തുവിലുള്ള നേരിട്ടുള്ള വിശ്വാസത്തിലൂടെയുള്ള രക്ഷയ്ക്ക് വിരുദ്ധമാണെന്ന് സ്രോതസ് പറയുന്നു. അതെ. ലോകം പതുക്കെ പതുക്കെ പുരോഗമിച്ച് ദൈവരാജ്യമായി തീരുമെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, മറിച്ച് ദൈവരാജ്യം പെട്ടെന്ന് അപ്രതീക്ഷിതമായി വരും എന്നാണ് ദാനിയേൽ 2:44 പോലുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ച് ഈ സ്രോതസ് പറയുന്നത്. അപ്പോ ഇതെല്ലാം കേൾക്കുന്ന നിങ്ങൾക്ക്, ശ്രോതാക്കൾക്ക്, ഈ സ്രോതസ് നൽകുന്ന ഒരു ഉപദേശം എന്താണ്? ഉപദേശം ഇതാണ്. ഒന്നാമതായി, യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസം ഉറപ്പാക്കുക. 2, ബൈബിൾ നന്നായി പഠിക്കുക, ദൈവവചനത്തിന് പ്രാധാന്യം നൽകുക. 3, ചരിത്രം മനസ്സിലാക്കുന്നത് വർത്തമാനകാലത്തെയും ഒരുപക്ഷെ ഭാവിയെയും തിരിച്ചറിയാൻ സഹായിക്കും. 4, എല്ലാ മതങ്ങളെയും ഒന്നാക്കാനുള്ള എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളെയും വെളിപാട് 17 പോലുള്ള പ്രവചനങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കാം. വത്തിക്കാൻ ഇസ്ലാം ബന്ധങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്. ഡേവ് ഹണ്ടിന്റെ എ വുമൻ റൈറ്റ്സ് ദ ബീസ്റ്റ് എന്ന പുസ്തകവും ഹാലിയുടെ ബൈബിൾ ഹാൻഡ്ബുക്കും വായിക്കാൻ ഈ സ്രോതസ് നിർദ്ദേശിക്കുന്നു. ശരി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ സ്രോതസ് അവസാനം ഊന്നി പറയുന്നുണ്ട്. ഈ വിമർശനങ്ങളെല്ലാം കത്തോലിക്കാ സഭ എന്ന സ്ഥാപനത്തെയും അതിൻ്റെ സിദ്ധാന്തങ്ങളെയും കുറിച്ചാണ്, അല്ലാതെ സാധാരണക്കാരായ കത്തോലിക്ക വിശ്വാസികളോടുള്ള വെറുപ്പോ വിദ്വേഷമോ അല്ല പ്രകടിപ്പിക്കേണ്ടത്. അതെ, അത് പ്രധാനമാണ്. അവരെ വിധിക്കാനോ തള്ളിപ്പറയാനോ അല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് സ്നേഹത്തോടെ സുവിശേഷം പങ്കുവെക്കാനുമാണ് ഈ സ്രോതസ് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്രോതസ്സിലൂടെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ വളരെ സങ്കീർണവും പലപ്പോഴും കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്നതും വിവാദപരവുമായ ചില ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോയത്. അധികാരം, അഴിമതി, നവീകരണം, പീഡനം, വിശ്വാസം, അങ്ങനെ പലതും ഇതിൽ നമ്മൾ കണ്ടു. ഈ സ്രോതസ് നൽകുന്ന ഒരു പ്രത്യേക കാഴ്ചപ്പാട് അത് അവതരിപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അധികാര ഘടനകളും വ്യക്തിപരമായ വിശ്വാസവും തമ്മിലുള്ള ഈ നീണ്ട, പലപ്പോഴും സംഘർഷങ്ങൾ നിറഞ്ഞ ചരിത്രം, ഈ സ്രോതസ് അത് വരച്ചുകാട്ടുന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസത്തെയും വലിയ മതസ്ഥാപനങ്ങളുമായുള്ള ബന്ധത്തെയും എങ്ങനെ സമീപിക്കാൻ കഴിയും? അതൊരു നല്ല ചോദ്യമാണ്. പ്രത്യേകിച്ചും ഭാവിയെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ സ്രോതസ് ഉന്നയിക്കുന്ന ചില അവകാശവാദങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ കേട്ട കാര്യങ്ങളെക്കുറിച്ച്, ഈ ചരിത്ര വ്യാഖ്യാനത്തെക്കുറിച്ചും അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നിങ്ങൾ തുടർന്നും ചിന്തിക്കാനും പഠിക്കാനും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതുന്നു. കേട്ട എല്ലാവർക്കും നന്ദി.